പൊന്നാനിക്കരയിൽ കണ്ടതിന് സമാനമായി തന്നെയുള്ള കാഴ്ചയാണ് ദിവിഷേ ഇവിടെയും. പക്ഷേ നിറഞ്ഞ് കവിഞ്ഞ ഒരു പന്തലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നടപ്പന്തലിൽ മാത്രമല്ല, അങ്ങ് പോന്നാൽ കിള്ളിപ്പാലം മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തിരക്കാണ്. അവരെല്ലാവരും കാത്തു നിൽക്കുകയാണ് അമ്മയെ ഒരു നോക്ക് കണ്ടു മടങ്ങുക, നാളെ പൊങ്കാലയിടുക. ഈ ഒരു ലക്ഷ്യം മാത്രമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇപ്പോൾ എന്തായാലും ക്ഷേത്രത്തിനകത്ത് ഈ ഭക്തർക്കുള്ള ദർശനം നിർത്തിവെച്ചിരിക്കുകയാണ്. കുത്തിയോട് ബാലന്മാർക്ക് നമസ്കരിക്കാനുള്ള സമയമാണ്. ഇനിയിപ്പോൾ അരമണിക്കൂർ ദർശനം ഉണ്ടാകില്ല. അതിനുശേഷമായിരിക്കും ഇവിടെയുള്ള ആളുകളെ അകത്തേക്ക് കടത്തിവിടുക. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ സന്ധ്യ, അക്ഷമരായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഈ കുംഭമാസത്തിൽ നേരത്തെ നന്ദി പറഞ്ഞതുപോലെ ആ ചൂടൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല ഈ പകൽ സമയത്ത്. ഇവരൊക്കെ ഒരുപക്ഷെ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടായിരിക്കും ഇവിടേക്ക് എത്തിയത്. തീർച്ചയായും അമൽ, നേരത്തെ ദിവീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദേവി സ്വരൂപം നമ്മുടെ അമ്മ പോലെയാണ്. സ്വന്തം അമ്മയെ പോലെ കണ്ട് അവരുടെ വിഷമങ്ങൾ പറയാനാണ് ഈ ഭക്തരൊക്കെയും ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇവിടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളുണ്ട്. ഇവിടെ പൊങ്കാല ഇടുന്നതിന് മുൻപ് അമ്മയെ ഒന്ന് കണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അമ്മയോടൊന്ന് പറഞ്ഞു പോകണം എന്ന് കരുതി കാത്തു നിൽക്കുന്ന കുറേ ഭക്തരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൈകളോടെ നിറകണ്ണുകളോടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ. അതായത് അനന്തപുരിയിൽ ഈ യാഗശാലയായി മാറാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതിന് മുന്നേ ഉള്ള ഒരു തിരക്കും ഈ ഒരു ബഹളവും ഒക്കെ കാണുമ്പോൾ അതൊരു അപൂർവ നിമിഷമാണ്. വർഷത്തിൽ ഒരിക്കലാണല്ലേ. തിരുവനന്തപുരത്തുകാരാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഭക്തർ, ആറ്റുകാലമ്മയുടെ ഭക്തർ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്ര തിരക്കാണ്. എത്രയോ സമയമായി ക്യൂവിൽ നിൽക്കുന്ന ഭക്തരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർക്കൊന്നും ക്ഷീണം തോന്നുന്നില്ല, അവർക്കൊന്നും ഒരു വിഷമമില്ല ഇങ്ങനെ ക്യൂ നിൽക്കുന്നതിൽ. അമ്മയെ ഒന്ന് കണ്ടാൽ മതി. അവർക്ക് പറയാൻ അതെ അതെ എത്ര സമയമായി നിൽക്കുന്നതാണ് ചേച്ചി? എത്ര സമയമായി ക്യൂ നിൽക്കുന്നതാണ്? 12 മണിയൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാണ്. ഇനിയും ഇപ്പോൾ കുത്തിയോട് ബാലന്മാരുടെ നമസ്കാരം നടക്കുകയാണ് അകത്ത്. ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞ് ഇനിയിപ്പം പോകാൻ കഴിയും. ഇനിയും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്നാലേ നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയും. ഇവിടുന്ന് വന്ന ആളുകളാണ്, കൊട്ടാരക്കര ഓയൂരിൽ നിന്ന് വന്ന ആളുകളാണ്. നാളെ പൊങ്കാലയിട്ടിട്ടാണോ മടക്കമുള്ളൂ, അതോ അതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്ത് പൊങ്കാലയിടുക, അമ്മയ്ക്കുള്ള നിവേദ്യം ഏറ്റവും അടുത്ത്, അങ്ങനെയാണോ? അമ്പലത്തിനടുത്ത് വല്ലതും പൊങ്കാലയിടാം? പരിചയമുള്ള ഒരു വീടുണ്ട്, അവിടെ ഇടാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പോയി പൊങ്കാലയിടാമെന്ന് ഉദ്ദേശിച്ചു. ഇവര് ഓയൂരിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മളോട് സംസാരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. 11:30 നിൽക്കുന്ന ക്യൂവില് എറണാകുളത്ത് നിന്ന് വരുന്ന. എറണാകുളത്ത് നിന്ന് വരികയാണ്. എപ്പോഴും വരാറുണ്ടോ പൊങ്കാലയിടാൻ? കഴിഞ്ഞ വർഷവും വന്നായിരുന്നു. അമ്മയെ ഒന്ന് കാണണോ അല്ലേ, അതാ ഇങ്ങനെ കാത്തു നിൽക്കുന്ന. ഇത്ര തിരക്കാണെങ്കിലും അമ്മയെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ 11:30 ക്യൂവിൽ കയറിയിരിക്കുന്ന. പക്ഷെ ഒരു ക്ഷീണവും ഇല്ലാതെ നിൽക്കണമില്ല. ഇത്ര സമയമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ. ഒരു ക്ഷീണമില്ല. ഞങ്ങൾ വെളുപ്പിന് 3 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. സന്ധ്യ, തൊട്ട് പുറകിലേ നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ തൊട്ട് പുറകിൽ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ആ കയ്യിലൊരു കുഞ്ഞുണ്ട്. കണ്ടിട്ട് ഒരു വയസ്സ് മുകളിലേക്ക് ആയിട്ടേ ഉള്ളൂ. അവരും ഈ പറയുന്ന സമയം മുതൽ നിൽക്കാൻ തുടങ്ങിയതായിരിക്കും. അവരോട് കൂടി ഒന്ന് സംസാരിക്കും. ചേച്ചി കുറച്ചധികം സമയമായി നിൽക്കാണ്. കുറച്ചു നേരമായി നിൽക്കാൻ തുടങ്ങി. 5 മണിക്ക് മോൾക്കും പിടക്കമൊന്നും ഇല്ല? ഇല്ല, കണ്ടിട്ട് പോവാൻ, തൊഴുതിട്ട് പോവാന്നുള്ളത്. എവിടെന്നാ വരുന്നേ? എറണാകുളത്ത് നിന്ന്. എവിടെ പൊങ്കാല ഇടുന്നത്? എവിടെയാ? ചേച്ചിയുടെ മോളുടെ വീട് അടുത്തുണ്ട്, അമ്പലത്തിന്റെ അടുത്തുണ്ട്. അവിടെ അതാണ് അവളുടെ മനസ്സിൽ ഒരു അമ്മാഭക്തിയാണെന്ന് തോന്നുന്നു. 11:30 മുതൽ വെറുതെ അവരുടെ അടുത്ത് നമുക്ക് നിൽക്കാൻ കഴിയും. ഇപ്പോൾ ക്യൂവിലാണ്, തിക്കും തിരക്കുമായാണ് അവർ ഇവിടേക്ക് എത്തുന്നത്. പക്ഷെ ആർക്കും അങ്ങനെ ഒരു ഇടയ്ക്കുന്ന ഈ ക്യൂവിൽ നിന്ന് ഇറങ്ങി പോകണമെന്നൊന്നും തോന്നുന്നില്ല. എല്ലാവരും കണ്ടു മടങ്ങുകയാണ്. ശരി സന്ധ്യ, അമൽ തിരികെ വരാം.